CJP എന്ന പാർട്ടി ഈ കഴിഞ്ഞ 2026 മെയ് തുടങ്ങിയതാണ്. BJPക്ക് അതിന് എത്രയോ വർഷം മുമ്പ് നല്ല ബേസ് ഇട്ട് തുടങ്ങിയ പാർട്ടിയാണ്. 2-3 മാസം കൊണ്ട് ഇവര് അവരുടെ പ്രൊട്ടസ്റ്റ് വഴിക്ക് ഈ BJPന് ശരിക്കും ടോട്ടലി തറ ഭരിച്ചു എന്ന് പറയുന്നതാണ് ശരി. അത് ഒരു പാർട്ടി പോലും ആയിട്ട് തുടങ്ങിയതല്ല. ഒരു ഇൻസ്റ്റാഗ്രാം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് പോലെ തുടങ്ങിയ സംഭവം ഇവിടുത്തെ യുവജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ട്, യുവജനങ്ങൾ മാത്രമല്ല അതിന്റെ കൂടെയുള്ള പ്രായമുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ട് BJPനെ പൊട്ടിച്ചു കൊടുത്തൊരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആ പ്രൊട്ടസ്റ്റിനെതിരെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിന് എരിവ് നൽകിയത്, അതായത് തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും ഒരു ചെറിയൊരു മുള്ളായിരുന്നു. അത് ചെറിയ രീതിയിൽ എടുത്ത് മാറ്റിയിരുന്ന് തീരേണ്ട ഒരു പ്രശ്നം തോമോണ്ട് എടുത്ത് മാറ്റേണ്ട ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് ടോട്ടലി ഗവൺമെന്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ആ സമയത്ത്. അതായത് ഈ രാജ്യതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ അല്ലെങ്കിൽ ലോക ഗുരു എന്നറിയപ്പെടുന്ന മോഡി, ഇവരുടെയൊക്കെ ശരിക്കും സമ്പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത്. കർഷക സമരത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പറഞ്ഞു, കർഷക സമരം ആക്ച്വലി BJP പറഞ്ഞതിൽ കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു, ലോജിക് ഉണ്ടായിരുന്നു, അത് ജനക്ഷേമത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു. അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് മനസ്സിലാകാത്ത കാരണമായിരിക്കാം. പക്ഷെ ഇതിൽ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യവും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഇഗ്നോറൻസ് ആയിരുന്നു. ആ ഇഗ്നോറൻസ് ആണ് ഇപ്പോ ഈ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയത്തിന് ജയിക്കാൻ സാധ്യത വന്നത്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വളരെ നിസ്സാരമായിട്ട് ഒരു കോക്രോച്ച് എന്ന പേര് വിളിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കി. അതിന്റെ ബേസിലാണ് അവർക്ക് ആ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നതും. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ കണ്ടാൽ അറിയാം അവിടെ നിന്നാണ് ശരിക്കും തുടക്കം വന്നത്. അത് ജോലിയില്ലാത്ത കുറച്ച് ആളുകൾ അല്ലെങ്കിൽ പാർട്ടികൾ എന്ന രീതിയിലൊക്കെ പറഞ്ഞതിന്റെ ഒരു പരാമർശം ശരിക്കും ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്റ്റുഡന്റ് പ്രൊട്ടക്ഷനെതിരായിട്ട് നമ്മുടെ പോലീസ് ആക്രമിച്ചതിന് അവരൊരു ഫയൽ ഒരു ഹർജി കൊടുത്തിട്ട് പോലും അതുപോലും പരിഗണിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറഞ്ഞതിന്റെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ സമരം വിജയം കണ്ടു എന്നുള്ളതാണ് ശരി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ നേപ്പാളിൽ നടന്ന അതേ യൂത്ത് മൂവ്മെന്റ് തന്നെയാണ്, ജെൻസി പിള്ളേർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ബീഹാറിൽ ബന്ദ് നടന്നു. ബീഹാറിലാണ് ഇപ്പോൾ ശരിക്കും പ്രൊട്ടസ്റ്റ് ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ ഏതാണ്ടൊക്കെ അവരുടെ ആ ഒരു എയിം പൂർത്തീകരിച്ചപ്പോൾ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ അവരുടെ ആ ഒരു എയിം കഴിഞ്ഞു. പിന്നെ ഓക്കെ, അവിടുത്തെ ഏതാണ്ടൊക്കെ തുടങ്ങിയ പോലെയുണ്ട്. പക്ഷെ ബീഹാറിൽ അതിന്റെ അലയൊലികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ ഇപ്പോൾ ബന്ദ് നടക്കുന്നുണ്ട്, ആക്രമണം നടക്കുന്നുണ്ട്, പോലീസും ആയിട്ട് അടി നടക്കുന്നുണ്ട്. ഈ ബീഹാറിലെ പ്രശ്നം വെച്ചാൽ ബീഹാറിൽ പണ്ട് പാട്ന ബേസിലാണ് നടക്കുന്നത്. ബീഹാറിൽ പണ്ട് JP മൂവ്മെന്റ് നടന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ BJPയുടെ പേടി. ചിലപ്പോൾ അതൊക്കെ കാരണമായിരിക്കും പെട്ടെന്ന് ഇവരൊരു തീരുമാനത്തിലേക്ക് പോയത്. അതായത് മന്ത്രി രാജി ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യമായിരുന്നു, പണ്ടേ സമ്മതിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ രാജിലേക്ക് പോകാൻ കാരണം ബീഹാറിലെ പ്രക്ഷോഭത്തിന് ഒരു വലിയൊരു പിൻബലം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ബീഹാറിൽ JP മൂവ്മെന്റ് നടന്നതാണ്. JP മൂവ്മെന്റ് 1974 മാർച്ചിലാണ് ഇതുപോലൊരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് വഴി തുടങ്ങിയതാണ്. അന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് കാരണം തന്നെ പിന്നെ അൺഎംപ്ലോയ്മെന്റ് എല്ലാം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ബീഹാർ ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തി. ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അവിടെ പോലീസ് ആക്രമണം ഉണ്ടായി. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. ECSS എന്നൊരു പാർട്ടി രൂപീകരിച്ചിട്ടാണ് തുടങ്ങിയത്. സ്റ്റുഡൻസ് തന്നെ തുടങ്ങിയതാണ്. അത് വലിയൊരു ആക്രമണത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവര് അന്നത്തെ ഫ്രീഡം ഫൈറ്ററായ JP നാരായൺ എന്ന പ്രസിഡന്റായ ഒരു സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റും പിന്നെ സ്വാതന്ത്ര്യ സമര സേനായ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം ആ മൂവ്മെന്റ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നോൺ വയലൻസ് ആയിരിക്കണം, അതായത് വയലൻസ് ഒന്നും പാടില്ല. കാരണം ഗാന്ധിജിയുടെ ആ ലെവലിലായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അത് വിദ്യാർത്ഥികൾ അംഗീകരിച്ച് പിന്നെ അവര് കുറെ മൂവ്മെന്റ് നടത്തി, കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി. അത് ശരിക്കും ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. അപ്പോൾ അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടാൻ സമ്മതിച്ചില്ല. പിന്നെ അത് മൂർച്ഛിച്ച് ജൂണായി കഴിഞ്ഞപ്പോൾ അലഹബാദ് കോടതി കണ്ടെത്തി 1971 ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനിൽ കുറെ മാൽപാരിസ് നടന്നിരുന്നു കണ്ടെത്തി. അപ്പോൾ ആ ജൂണിൽ തന്നെ ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ അവിടെ എമർജൻസി ഏർപ്പെടുത്തി. അത് കുറച്ചു കാലം അങ്ങനെ പോയി. പിന്നെ 1977 ഇലക്ഷൻ വെച്ചപ്പോൾ ഇന്ദിരാഗാന്ധി എന്നുള്ള അന്നത്തെ സുപ്രീം ആയിട്ടുള്ള ലീഡറാണ് കോൺഗ്രസ് അടക്കം എല്ലാം പൊട്ടിപ്പാളിച്ച് ഒന്നുമില്ലാണ്ടായിപ്പോയി. ഇതിൽ നിന്ന് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കേണ്ടത് അതിന്റെ ഫോർമേഷന്റെ ബേസ് തന്നെ JP മൂവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് ശരിക്കും ഇതിന്റെ പോലെ ഇത് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ബീഹാറിൽ നടന്ന അതും ഇതായിട്ട് നല്ല സിമിലാരിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ JP മൂവ്മെന്റിന്റെ ഒരു പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ബീഹാറിൽ നടക്കണേ. ആണോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് വരുമോ എന്നുള്ളതാണ്. അതിപ്പോ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ള ഒരു വശമാണ്. പക്ഷെ അതുകൊണ്ട് തീർന്നു എന്നല്ല, ഇതിന് ഒരു
ടോട്ടലി പൊളിറ്റിക്കൽ റീഫോർമേഷൻ നടത്തി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നല്ല എന്നെ പോലെ പലരും ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് വായിച്ച എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു വലിയൊരു മെസ്സേജ് എൻ്റെ ഉള്ളുണ്ട്. ബീഹാർ ഇപ്പോൾ രണ്ടാമത് കത്തി തുടങ്ങി. ഈ ഒരു പ്രശ്നം ഇനി വേറെ പല തലങ്ങളിലേക്ക് മാറും. അത് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ശരിക്കും വരേണ്ട ഒരു സംഭവത്തിലേക്ക് വരുന്നു. അതെല്ലാം വരും. അങ്ങനെ തന്നെയായിരുന്നു അന്നത്തെ പഴയ JP മൂവ്മെന്റിന്റെ ഒരു ഇതിന്റെ തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ റീഫോം വേണമായിരുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സംഭവങ്ങൾ. പിന്നെ പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ, ഇതെല്ലാം ഇപ്പം നിലവിൽ നമുക്ക് ഇന്ത്യയിൽ കാണാം. ഈ സംഭവം ഇൻഫ്ലേഷൻ ഉണ്ട്, പ്രൈസ് റൈസ് ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. കുറേ തള്ളുണ്ട്, കുറേ നമുക്ക് പരസ്യങ്ങൾ കാണാം, ഇന്ത്യ പുരോഗമിക്കുന്നുള്ള കാണാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തരുന്ന കണക്കുകളെല്ലാം കറക്റ്റാണ് എന്നുള്ളത് പല ഏജൻസികളും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഏജൻസി അടക്കം നമ്മുടെ ഉള്ളിലുള്ള ഏജൻസികളടക്കം പലർക്കും സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. GDP ഗ്രോത്ത് തന്നെ അത് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ഔട്ട് ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ സംശയം വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ജൻസി പ്രക്ഷോഭമാണ്. അതായത് നേപ്പാളിലും ബംഗ്ലാദേശിലൊക്കെ നടന്ന പോലെ ജൻസി പ്രക്ഷോഭമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ഒരു 35 ഇയേഴ്സിന് താഴെയാണ് ഒരു 60% ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ ബാക്കിയുള്ള 40% 35 ഇയേഴ്സിന്റെ മുകളിലാണ് നടത്തം. ഈ നമ്മുടെ ഗവൺമെന്റ് പോളിസിയും എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ, ആ റീഫോർമേഷൻ നടത്തേണ്ട പോളിസിയൊക്കെ ആരാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് അത് ഉണ്ടാക്കുന്നത്? അതൊക്കെ ഈ മുതിർന്ന ആൾക്കാരാണ്. അതായത് ഈ ജൻസിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവര് ഡിജിറ്റൽ വിപ്ലവ കാലത്ത്, ഡിജിറ്റൽ ഫോം ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്തുണ്ടായ ആൾക്കാരാണ്. അവർ ഡിജിറ്റലൈസ് ആയിട്ടാണ് ലോകം മുഴുവൻ കാണുന്നത്. അതിന് മുമ്പുള്ള ആൾക്കാർ അതും കണ്ടു, ഡിജിറ്റലൈസും കണ്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവർ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ ഇവർ ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഈ ഒരു ചെറിയ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരെ വീട്ടിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു മുറി ഇരുന്നിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അവിടെ പല ആൾക്കാരും പറഞ്ഞേക്കാം, അവിടെ ഗവൺമെന്റ് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കടകൾ അടപ്പിച്ചു, അങ്ങോട്ടേക്കുള്ള ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനൊക്കെ അടച്ചുപൂട്ടി, ഒരു രീതിയിലും ഭക്ഷണം എത്തിക്കാനും പറ്റില്ലാത്ത രീതിയിലാക്കി. എന്നിട്ടും കുട്ടികൾ അവിടെ ഭക്ഷണം എത്തിച്ചു. അവിടെ ഉള്ള വീടുകളിലെ കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടെത്തിച്ചു. അതൊരു ടിയർ ഗ്യാസ് വരുമ്പോൾ നേരിടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ എല്ലാ, അതുപോലെ അവിടെ പോലീസിന് അടി വരുമ്പോൾ മെഡിക്കലായിട്ട് എന്തൊക്കെ എയ്ഡ് വേണം എന്നുള്ള സംഭവങ്ങളൊക്കെ അവര് പിള്ളേർ തന്നെ എത്തിച്ചു. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അത്രത്തോളം പ്ലാനിങ്ങിലാണ് അവർ ഈ സമരം നടത്തിയെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഗൾഫിൽ നിന്ന് കുറെ സഹായങ്ങളായിരുന്നു, ഫുഡിനുള്ള കാശ്, ഇങ്ങനെ പല സ്ഥലത്തും ഇന്ത്യ മുഴുവനും ഒരുമിച്ച് നിന്ന ഒരു മൂവ്മെന്റ് ആണിത്. അത് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തന്നെ വേണ്ടി പറയാം. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡിനെതിരെ തന്നെയാണ് ശരിക്കും ഇത്. ഇപ്പൊ എന്തോ സംഭവം കൈവിട്ട് പോയി എന്ന് ഉറപ്പുള്ള കാരണം ഇവരിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇത് പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല ആക്ച്വലി. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വന്നാൽ അവരിത് വിജയിച്ചു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം വിജയിക്കണം. കർഷക സമരം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഈ വിദ്യാർത്ഥി സമരം വന്നപ്പോഴും ഇവർ വളരെ നിസ്സാരമായിട്ട് അടിച്ചെടുക്കാൻ നോക്കിയ സംഭവം വളരെ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് ഇപ്പൊ തീർക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവർ വിജയിച്ച സ്ഥിതിക്ക് ഇനി അവർ വെറുതെ ഇരിക്കുന്ന ഒന്നുമില്ല. ഇനി അതേ മൂവ്മെന്റ് തന്നെ ഒരു വലിയൊരു പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള ഒരു റീഫോർമേഷൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭരണ നേതാക്കൾക്കൊക്കെ നല്ല പ്രായത്തിന്റെ അല്ല പ്രശ്നം, ഈ ജൻസി പിള്ളേരെയും ഇന്ത്യയിലെ യുവജനത്തെ മനസ്സിലാക്കാൻ പറ്റാണ്ട് പോയതാണ് ഇതിലൊരു പ്രശ്നം. ഇപ്പൊ 25 വയസ്സിന് താഴെയുള്ള ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു 40% ആണ്. 25ന്റെ മുകളിലേക്ക് 25 to 30 ആണ് പറയുകയാണെങ്കിൽ 20% ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് ജോലി ഇല്ലാത്തത്. അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ജോലി ഉണ്ടാവും, ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ വിദ്യാഭ്യാസം ഉയർന്ന് കിട്ടുന്നതും നമുക്ക് ഇവിടെ ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ ഒരു പരീക്ഷ എഴുതാൻ തന്നെ ഒരു 200-300 ഇടയ്ക്കുള്ള ആപ്ലിക്കൻസ് ഉണ്ടാവും. മീൻസ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെ 200-300 ആ ഗ്യാപ്പിലാണ് വന്നത്. അത് ഈ കൊല്ലമാണെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോൾ എന്താ തന്നെ, അടുത്ത കൊല്ലം ഏതാണ്ട് 1 കോടിയുടെ മുകളിലാണ് പുതിയ ആപ്ലിക്കൻസ് വരുന്നതെന്ന് പറയുന്നത്. ഒരു ജോലിക്കല്ല, ഇന്ത്യ മുഴുവനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഓരോ കൊല്ലം ചെല്ലുന്നതും എബോവ് 1 crore ആപ്ലിക്കൻസ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനസംഖ്യ അങ്ങനെ കൂടുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൊടുക്കാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് ആരുണ്ടായിട്ട് പോകണമല്ല. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ കറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകുമ്പോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ ഇപ്പോഴും നമുക്കറിയാം കറപ്ഷൻ ഇല്ല എന്ന് പറയണമെങ്കിലും കറപ്ഷൻ ഇല്ലാത്ത ഏരിയ ഇപ്പോഴും കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പുറമേ വലിയ പരസ്യമായിട്ട് കാണിക്കില്ലെങ്കിലും കറപ്ഷൻ നടത്തിയില്ലെങ്കിൽ ഇവർ കാലതാമസം ഉണ്ടാക്കുന്നു. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, കുറെ കാലതാമസം ഉണ്ടാകുന്ന അറിയാം. അപ്പോൾ കൈക്കൂലി കൊടുക്കാൻ നിർബന്ധമാവുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അവരത് ഉഴപ്പും. അപ്പോൾ ഇത് തന്നെയായിരുന്നു നേപ്പാൾ. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്ന കേസാണ്. അവിടെ നാഗർകോട്ട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി, അപ്പൊ ഞാൻ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞു, ആ പോകുന്ന വഴി കട്ടർ പിടിച്ചടക്കുകയാണ്. എല്ലാ കൊല്ലവും ഇവർ മെറ്റലും
കുറച്ച് സാൻഡും കൊണ്ടിടും. ഇത് രണ്ടും കൊണ്ടിടുള്ളൂ. അത് റോഡിൻ്റെ സൈഡിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇവരെ മെറ്റലും സാൻഡൊക്കെ ചുമ്മാ റോഡിലൊക്കെ നിരത്തും. ടാറൊന്നും ഇടില്ല. അപ്പോഴേക്കും പറയും കാശ് കഴിഞ്ഞു എന്ന്. ശരിക്കും പറഞ്ഞാൽ കാശ് മുഴുവൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ കാശ് ഇവർ കുറേ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ കുറച്ച് മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാശ് കൊടുക്കാൻ കാശുണ്ടാവില്ല. അങ്ങനെയാണ്. പക്ഷേ ഇന്നാളെ ഞാൻ നേപ്പാൾ ഇപ്പോൾ കണ്ടെന്ന് വെച്ചാൽ അവിടം വരെയുള്ള എല്ലാ വഴിയും ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. അതായത് കാശ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് അവിടെ ഡിസ്പേസ് ചെയ്തിട്ട് അവിടെ പണി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവരുടെ ടൂറിസത്തിൻ്റെ ഡെവലപ്പാവും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്പാവുമല്ലോ. അപ്പോൾ ഇത് അന്ന് അവിടുത്തെ പിള്ളേർക്ക് അവിടെയും ഇന്റർനെറ്റ് അവർ ബന്ധിച്ചിരുന്നു. കാണാന്ന് പറഞ്ഞു. ബീഹാറിൽ ഇപ്പോൾ ഇന്റർനെറ്റ് മരവിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ഡൽഹിയിലും മരവിപ്പിച്ചത്. ഈ എന്തിനാ പേടിച്ചിട്ട് മരവിപ്പിക്കുന്നതാണ്. അതായത് ഇൻഫർമേഷൻ പാസ് ഔട്ട് ആയാലും അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ബിറ്റ് ചാറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം പിള്ളേർ കണ്ടുപിടിച്ചിട്ട് അത് നേരത്തെ ഉള്ളതാണ് അവർ യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളിലേക്ക് അവർ പോയി. അപ്പോൾ ഇനി അതെങ്ങനെ നിരോധിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പറ്റുമെന്നവരെ നോക്കി എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ അവസാനം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പ്രധാനമന്ത്രി വന്നിട്ട് ഒരു മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടു. അപ്പം അതിലിപ്പോൾ ഞാൻ ഒരെണ്ണം കണ്ടാണ്, ടെലിപ്രിന്റർ നോക്കിയിട്ട് വായിക്കണമെന്നും പറഞ്ഞ ഒരെണ്ണം വന്നിരുന്നു. എനിവേ, പക്ഷെ ഇതൊക്കെ നിർബന്ധിതരാവുകയാണ്. ഇത്ര ശക്തരായ നേതാക്കൾ, BJPയുടെ മുതിർന്ന നേതാക്കൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം വിറച്ചു പോയി എന്നുള്ള സത്യമാണ്. കാരണം അത്രത്തോളം മൂവ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്. മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇത് വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ചതായിരിക്കാം, പക്ഷെ അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള പല തലമുറയിലെ ആൾക്കാരും പിന്നിലുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഫുൾ ഈ പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ഞാനടക്കം നമ്മളെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ മായങ്ങൾ കലർത്തി അല്ലെങ്കിൽ കാശുള്ളവർക്ക് ചോദ്യപേപ്പർ കിട്ടാം, അത് നോക്കി പഠിച്ച് പിറ്റേ ദിവസം എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് മണ്ടറാവുകയാണല്ലോ. ആ ഒരു സിസ്റ്റം പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിഫോർമേഷൻ ശരിക്കും വരേണ്ടതാണ്. കാരണം ഇന്ത്യ ഇനി മെറിറ്റിൽ തന്നെ പോയാൽ മതി. മെറിറ്റിൽ തന്നെയാണ് പോകേണ്ടത്. ആ മെറിറ്റിൽ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇത് ശരിക്കും എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾ ന്യായമായ കാര്യത്തിന് തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഫുൾ ന്യായമായ കാര്യമാണ്. ആ ജെൻസി എന്നുള്ള ആ ഒരു വിഭാഗം അതിനുള്ള ധൈര്യം കാണിച്ചു. അതിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നേ പറ്റൂ. അവർ ഇനിയും എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യ അവരുടെ കയ്യിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ആ തലമുറയിലെ ആളുകൾ വരട്ടെ. ആ തലമുറയിലെ ആളുകൾക്ക് ചില പരിചയക്കുറവുണ്ടാവും. പരിചയക്കുറവുള്ളവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമല്ലാത്ത ടെക്നിക്കൽ നോളജും അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആളുകളെ അവരെയാണ് നിയോഗിച്ചിട്ട്. ഇപ്പോൾ നേപ്പാളിൽ നടന്നേക്കാം അങ്ങനെയൊക്കെയാണ്. നേപ്പാളിൽ ജൻസി പിള്ളേർ വന്നാണ് ഭരിക്കുന്നത്. അവർ ടെക്നിക്കൽ ആസ്പെക്റ്റിലെല്ലാം നല്ല ആൾക്കാരെ, കറകളഞ്ഞ ആൾക്കാരാണ് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നാൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള സത്യമാണ്. ആ ലെവലിൽ തന്നെ പോകണം. ആ ലെവലിൽ തന്നെ പോകണയാണ് നല്ലത്. കാരണം ഇനി ഇതെല്ലാ സ്റ്റേറ്റിലേക്കും ഇപ്പോൾ തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ റീഫർമേഷന് നടത്തി കൊണ്ടുപോകാൻ പറ്റി എന്നവർക്ക് ബോധ്യപ്പെട്ട കാരണം ഈ ഒരു സമരം വിജയിച്ചു. ഇനിയുള്ള സമരങ്ങളും അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളും വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ BJP ഗവൺമെന്റിന് റീഫോർമേഷൻ വേണമെന്ന് അവർക്ക് തന്നെ തോന്നി അവർ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം അയോധ്യ ക്ഷേത്രം പൊക്കി പിടിച്ചാണ് കുറെ കാലം നിന്നത്. ആ അയോധ്യ ക്ഷേത്രം പൊക്കി പിടിച്ചിട്ടുള്ള അവർക്ക് UP കാര്യമായിട്ടുള്ള മെജോറിറ്റി കിട്ടിയില്ല. മെജോറിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ആ അയോധ്യ ക്ഷേത്രത്തിൽ പിന്നീട് എന്താ നടന്നെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കട്ടുമുടിച്ച സംഭവമാണ്. ആ ക്ഷേത്രത്തിലേക്ക് ഡൊണേഷൻ കൊടുത്തവരെ കാശൊക്കെ ആരെയൊക്കെ കൊണ്ടുപോയി, കട്ടുകൊണ്ടുപോയി. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്തായാലും താറുമാറായിട്ടുണ്ട്. ജുഡീഷ്യറിയിൽ എല്ലായിടത്തും റീഫോം വരുവാണെങ്കിൽ, റീഫോം വന്നാലേ ശരിക്കും നമ്മുടെ ഈ ഇന്ത്യ എല്ലാവരും ഒരു നല്ല ഒരു മെറിറ്റിലേക്ക് പോവുള്ളൂ, പുരോഗതി ഉണ്ടാവുള്ളൂ. പിന്നെ കള്ളക്കണക്കുകൾ കാണിച്ചിട്ട് നമ്മൾ പുരോഗതി കാണിക്കുകയല്ലേ വേണ്ടേ, നമ്മൾ അല്ലാണ്ട് തന്നെ ചെയ്ത് കാണിക്കാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഇന്ത്യയിൽ തന്നെയാണ്. അല്ലാണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സിനും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു സ്ഥാനം മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നിലയിലേക്കുള്ള ഒരു വഴിയാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇത് മുന്നോട്ട് തന്നെ പോകുക വേണം. നല്ല രീതിയിൽ തന്നെ ഇന്ത്യ ഡെവലപ്പ് ആവട്ടെ. ഗവൺമെന്റ് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഏക പാർട്ടി എന്ന ഒരു പൊസിഷനൊക്കെ BJP പോയിട്ടുണ്ട്. എന്നാലും ഇവര് റിഫോം കൊണ്ടുവന്നിട്ടുണ്ട്. റിഫോർമേഷൻ കുറെ വന്നിട്ടുണ്ട്. നമ്മൾ അവരെ മൊത്തം തള്ളി പറയാനുള്ള. പക്ഷെ അവരുടെ ഇടയ്ക്കുള്ള വർഗീയതയും എല്ലാം മാറ്റിവെക്കാൻ പറ്റിയാൽ, അതിൽ ഇങ്ങനത്തെ കുറെ കറപ്ഷൻ മാറ്റാൻ പറ്റിയാൽ മാത്രം, പറ്റുമെന്ന് തോന്നുന്നില്ല, പറ്റിയാൽ മാത്രം അവർക്ക് നിന്ന് പോവാം. അല്ലെങ്കിൽ ഇതേപോലെ ക്ഷണനേരം കൊണ്ട് പുതിയ പാർട്ടികളൊക്കെ വരും. അതിപ്പോൾ പാർട്ടിയുടെ പേരിലാണ് വന്നേക്കണേ, വേറെ ഏതെങ്കിലും മൃഗത്തിന്റെ പേരിൽ ഇനി വരുമായിരിക്കും. നമുക്ക് അതിലല്ല പ്രശ്നം. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു, അതിനിപ്പോൾ വിജയം കണ്ടു. ഇനിയൊരു ചെറിയ വാൽക്കഷ്ടം കൂടി പറയാനുണ്ടായിരുന്നു. അതായത് JP മൂവ്മെന്റ് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. JP മൂവ്മെന്റിലൂടെ ഉയർന്നു വന്ന നേതാക്കളാണ് നിതീഷ് കുമാർ, പിന്നെ ജോർജ് ഫെർണാണ്ടസ്, ലാലു പ്രസാദ് യാദവ്.
ഇപ്പോൾ ഈ JP മൂവ്മെന്റ് നടന്നു കഴിഞ്ഞിട്ട് അത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഇന്ത്യ മുഴുവൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടോട്ടൽ ഇന്ത്യയിലെ റെയിൽവേ സിസ്റ്റത്തിന് കംപ്ലീറ്റ് സ്തംഭിപ്പിച്ച ഒരു സമരം ജോർജ് ഫെർണാണ്ടസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഈ മൂവ്മെന്റിൽ ഉയർന്നു വന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിലൂടെയും കുറെ നേതാക്കൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് സംഭവിച്ചു JP നാരായണൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. പുള്ളിക്ക് ടോട്ടലായിട്ട് നല്ലൊരു റിഫോം വേണം എന്നാണെന്ന് ആൾ ഉദ്ദേശിച്ചത്. ആളൊരിക്കലും പ്രധാനമന്ത്രി ആയിട്ടില്ല, വേണേ ആകാമായിരുന്നു. പക്ഷെ ആ പുള്ളി അതിലേക്ക് പോയിട്ടില്ല. പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്ത ആൾ മാത്രമായിട്ട് നിന്നു. ആ പുള്ളിക്ക് അവിടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞ റിഫോർമേഷൻ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അത് കഴിഞ്ഞിട്ട് വന്ന നേതാക്കൾ അല്ലെങ്കിൽ അതിലൂടെ ഉയർന്നു വന്ന നേതാക്കൾക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. അപ്പോൾ ഈ മൂവ്മെന്റിലൂടെ ചിലപ്പോൾ നേതാക്കൾ കുറെ പേര് ഉയർന്നു വന്നിരിക്കാം. പക്ഷെ അവർക്ക് പൊളിറ്റിക്കലി സ്റ്റെബിലിറ്റിയും പൊളിറ്റിക്കലി കറപ്ഷനും ഇല്ലാണ്ട് കൊണ്ടുനടക്കാൻ റിഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൂടെ വരികയാണെങ്കിൽ മാത്രമേ ശരിക്കും ഈ ഉള്ള റീഫോംസ്, ഈ പ്രൊട്ടസ്റ്റ് കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഓരോ കാലങ്ങളിൽ കുറെ പ്രൊട്ടസ്റ്റും കുറച്ച് നേതാക്കൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. പക്ഷെ പിന്നെയും കറപ്ഷനിലേക്ക് പോകണമെയാണ് കാണണമെങ്കിൽ രാജ്യത്തിന് വലിയ പ്രയോജനം ഉണ്ടാവില്ല. നമുക്ക് അവിടെ ഓർക്കേണ്ടത് സിംഗപ്പൂരിനെയാണ്. സിംഗപ്പൂരിൽ ഉള്ള ആളുകൾ ആരൊക്കെയാന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ ഇത്രയും വൃത്തിയുള്ള ആൾക്കാരാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തി എന്താണെന്ന് അന്ന് ഒരാളല്ല, അവിടെ ഉള്ള ആളുകൾ മൊത്തം കാക്കകൾ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. കാക്കയെ ഇല്ലാത്ത സ്ഥലത്തേക്കും ഇല്ലാത്തൊരു സ്ഥലമാക്കി മാറ്റിയത് ആ ഒരു ഭരണകർത്താവിൻ്റെ ആ പോരാട്ട വീര്യം മാത്രമായിരുന്നു. ഇപ്പോൾ സിംഗപ്പൂരാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ എക്കണോമിക്കായിട്ട് കയറിയിരിക്കുന്ന രാജ്യം. ആ രാജ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ നേതാവിൻ്റെ മിടുക്കാണ്. ആ മിടുക്ക് പോലത്തെ അഡ്മിനിസ്ട്രേഷനും പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് നടത്തുകയാണെങ്കിൽ ഇന്ത്യയെയും പിടിച്ചാൽ കിട്ടാനുണ്ടാവും. അങ്ങനത്തെ ഒരു റിഫോർമേഷനാണ് വരുന്നതെങ്കിൽ വളരെ സാധാരണമാണ്.